നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കൂട്ടലും കിഴിക്കലും കുറക്കലും ഒക്കെ നടത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ഒരു വിശകലനം നടത്തുന്നതിൻ്റെ തിരക്കിലാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, സാധാരണക്കാർ എല്ലാവരും തന്നെ, അല്ലേ? പാർട്ടികൾ അത്രയും, മുന്നണിക്കാരായ മുന്നണികൾ അത്രയും, രാഷ്ട്രീയ നേതാക്കൾ അത്രയും വലിയ കണക്ക് കൂട്ടലുകളും കിഴിക്കലും കുറക്കലും കൂട്ടലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സുപ്രധാനമായ ദിവസത്തിലാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. മെയ് 4-ന്, അല്ലേ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മെയ് 4 എന്താണ് എന്ന്? മെയ് 4-ന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ എന്ന് ആർക്കെങ്കിലും വല്ല ഓർമ്മയുമുണ്ടോ? എന്നാൽ ഓർത്തില്ലെങ്കിലും മറന്നു പോയാലും മെയ് 4 എന്ന് പറയുന്നത് നമുക്കൊക്കെ ആർക്കൊക്കെ എത്രയൊക്കെ പ്രിയപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ട ദിവസമാണെങ്കിലും അല്ലെങ്കിലും മെയ് 4 എന്ന ദിവസത്തെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തി, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുമെന്നുറപ്പുള്ള ഒരു വ്യക്തി ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. മെയ് 4-ൻ്റെ ദിവസം ആ റിസൾട്ട് വരുമ്പോൾ വിജയം എത്ര വോട്ടിനാണെങ്കിലും എത്രത്തോളം മധുരിക്കുന്ന ഓർമ്മയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ഒന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റാരുമല്ല, വടകരയുടെ UDF സ്ഥാനാർത്ഥി KK രമയാണത്. KK രമയ്ക്ക് മെയ് 4 എങ്ങനെയാ അത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നത്? ആ മെയ് 4 2012 മെയ് 4-നാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒഞ്ചിയത്തിൻ്റെ സഖാവ്, യഥാർത്ഥ സഖാവ് കൊല്ലപ്പെടുന്നത്, അല്ലേ? 51 വെട്ടിയിട്ട് വെട്ടി നുറുക്കിയത്, ഒഞ്ചിയത്തിൻ്റെ മണ്ണിലിട്ട് വെട്ടി നുറുക്കിയത്, TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കിയത് 2012 മെയ് 4-നാ. 2012 മെയ് 4-ന് 14 വർഷം പിന്നിടുന്നു. 14 വർഷം പിന്നിടുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? TP പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ് തൻ്റെ മോട്ടോർ സൈക്കിളിൽ, തൻ്റെ ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന TPയുടെ വാഹനത്തിന് കുറുകെയാണ് ഒരു ഇന്നോവ കാർ, പിന്നിൽ മാഷാ അല്ലാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാർ വന്ന് നിർത്തുന്നത്. ആ വന്ന് നിർത്തിയ ആളുകൾ എന്താണ് ചെയ്തത്? അവരാദ്യം ആ സ്കൂട്ടറിന് നേരെ ഒരു ബോംബെറിഞ്ഞു. ആ ബോംബെറിഞ്ഞപ്പോൾ TP തൻ്റെ ബൈക്കിൽ നിന്ന് ഒരു ചെറിയ കല്ല് പോരെ, ഒരു ബൈക്കിൽ നിന്ന് താഴെ വീഴാൻ, ഒരു 2 വീലറിൽ നിന്ന് താഴെ വീഴാൻ ബോംബെറിഞ്ഞ് താഴെ വീഴ്ത്തിയ TPയെ തലങ്ങും വിലങ്ങും വെട്ടി നുറുക്കി CPMൻ്റെ കൊട്ടേഷൻ സംഘം കിർമാനി മനോജ്, കൊടി സുനി, രാമചന്ദ്രൻ, ഷിനോജ്, മുഹമ്മദ് ഷാഫി എന്ന് തുടങ്ങിയ CPMൻ്റെ കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങൾ TPയെ വെട്ടി വീഴ്ത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യന് ഒരാളെ കൊല്ലാമായിരിക്കാം, പക്ഷേ ഞാൻ അതിനെ പോലും നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. എന്നിട്ടും ഈ പറയുന്ന ആളുകളുടെ അവരുടെ രക്തത്തിലോടുന്ന ലഹരിയുടെ, മയക്കുമരുന്നിൻ്റെ, മദ്യത്തിൻ്റെ ഒക്കെ പിൻബലത്തിൽ TP എന്ന് പറയുന്ന സഖാവിനെ വെട്ടി നുറുക്കി. എന്താ TP ചെയ്ത തെറ്റ്? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവ് ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ എന്ത് തെറ്റാണ് ചെയ്തത്? TP ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ TPയെ വെട്ടി നുറുക്കിയത്? TP പാർട്ടി പോകുന്ന ലൈൻ അത് ശരിയല്ലെന്ന് പറഞ്ഞു. പാർട്ടിയുടെ ഈ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞു. പാർട്ടിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു. പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച TPക്ക് എന്താണ് നഷ്ടം സംഭവിച്ചത്? അയാളുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു, അല്ലേ? ഈ ആസൂത്രിതമായ കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയ കൊലപാതകം, എന്നിട്ട് അതിനെ വഴിതിരിച്ചു വിടാൻ വാടകക്കെടുത്ത, റെന്റിനെടുത്ത കാറ്, ഇന്നോവ കാറിൻ്റെ പുറകിൽ റെന്റിനെടുക്കുന്നത് വരെ മാഷാ അല്ലാ സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ല. എടുത്ത ആളുകൾ ഇത് TPയെ വെട്ടി വീഴ്ത്താൻ പോകാനുള്ള വാഹനമാണ്. അതുകൊണ്ട്
അന്വേഷണം പല വഴിക്ക് തിരിയണം എന്ന് ഉറപ്പിച്ചിട്ട് അവരതിൻ്റെ പുറകിൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു. ഈ പറയുന്ന കൊട്ടേഷൻ സംഘത്തിന് ആർക്കെങ്കിലും ഈ പറയുന്ന TP ചന്ദ്രശേഖരനുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നോ? എന്തെങ്കിലും പരിചയമുണ്ടായിരുന്നോ? എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നോ? ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ല, ഞാനത് ചോദിച്ചതിന് കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു മോട്ടീവ്, എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടായതിൻ്റെ പേരിൽ ചെയ്തതാണെന്ന് പറയാമായിരുന്നു. കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, കൊടി സുനി എന്നൊക്കെ പറയുന്ന കൊട്ടേഷൻ സംഘത്തിന് TP അവർ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരിട്ട്. TPയുമായിട്ട് ഒരു ഇടപാടുകളും ഇവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇടപാടുകളും ഇല്ലാത്ത ഈ കൊട്ടേഷൻ സംഘം, CPMന്റെ ക്രിമിനൽ കൊട്ടേഷൻ സംഘം TPയെ വെട്ടിവീഴ്ത്തിയതിനൊരു കാരണമുണ്ടല്ലോ. ആ കാരണം എന്താ? ആ കാരണം മറ്റൊന്നുമല്ല, കണ്ണൂരിലെ ജയരാജന്മാരും പിണറായി വിജയനും അടങ്ങുന്ന സംഘം പറഞ്ഞു വിട്ടതാണ്, കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. കൊല്ലാൻ ആളെ ഇറക്കി പറഞ്ഞു വിട്ട് വെട്ടി വീഴ്ത്തി നുറുക്കി TPയുടെ ശരീരം. അല്ലേ? നമ്മൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായെത്തിയ ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആരാണ് ടീച്ചർ, ആരാണ് ടീച്ചറമ്മ എന്ന് വളരെ കൃത്യമായിട്ട് വടകരക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിയ ആ ഒരു പ്രസംഗമുണ്ട്. അതിൻ്റെ ഒരു വളരെ സുപ്രധാനമായ ഒരു ലൈനുണ്ട്. എന്താണ്? TPയുടെ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. മുഖം അപ്പിടി വെട്ടി നുറുക്കിയിരിക്കുകയാ. കാഴ്ച മങ്ങിയ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട ആ അമ്മ, TPയുടെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ TPയുടെ അമ്മ തൻ്റെ മകൻ്റെ മുഖത്തൂട്ട കൈ ഇങ്ങനൊന്നും എല്ലാം ഓടിച്ചു നോക്കും. TPയുടെ അമ്മ, കാഴ്ച മങ്ങി തുടങ്ങിയ TPയുടെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ TPയുടെ അമ്മ തൻ്റെ മകൻ്റെ മൃതശരീരം കാണാൻ കഴിയില്ല, കാഴ്ചകൾ നഷ്ടപ്പെട്ട അമ്മയാ. ആ അമ്മ തൻ്റെ മകൻ്റെ മൃതശരീരം ആ മുഖത്തുകൂടി കൈകളൊന്നിങ്ങനെ തലോടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, 51 വയസ്സായിരുന്നു TPക്ക് മരണപ്പെടുമ്പോൾ. എന്ന് പറഞ്ഞാൽ 51 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രസവിച്ച കുഞ്ഞിനെ ആ അമ്മ ഇങ്ങനെ തലോടിയിട്ടുണ്ട്. അന്ന് മുതൽ ആ മുഖത്തുള്ള ഓരോ പാടുകളും ഓരോ കുത്തുകളും ഓരോ രോമങ്ങളും മനസ്സിൻ്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ച ആ അമ്മ ആ മകൻ്റെ മുഖത്തൂടെ കൈ ഇങ്ങനെ ചലിപ്പിച്ചിട്ട് ഒന്ന് തടവി നോക്കിയിട്ട് ആ അമ്മ ഒരു ഷോക്കടിച്ചതുപോലെ കൈയങ്ങ് വലിക്കുന്നുണ്ട്. എന്നിട്ട് ആ അമ്മ പറയുന്നുണ്ട്, ഇതെൻ്റെ മകനല്ല, ഇതെൻ്റെ മകനല്ല. അത് പറയാൻ എന്താ കാരണം? ആ അമ്മക്ക് വളരെ കൃത്യമായിട്ട് 51 വർഷമായിട്ട് ആ അമ്മ തടവി പരിചരിച്ച് മനസ്സിലാക്കിയ ആ TPയുടെ മുഖമുണ്ട്. ആ മുഖമായിരുന്നില്ല തൻ്റെ മകനെ ആ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ആ മുഖത്തുണ്ടായിരുന്നത്. കാരണം എന്താ? CPMന്റെ ഈ കൊട്ടേഷൻ സംഘം വെട്ടി വിറുക്കിയിരുന്നു ആ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഖാവിൻ്റെ മുഖം, വികൃതമാക്കിയിരുന്നു. അത്രയും വികൃതമാക്കപ്പെട്ട ആ മുഖം തടവിയിട്ട അമ്മ കൈ ഷോക്കടിച്ചതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതെൻ്റെ മകനല്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആ TPയെ വെട്ടി വീഴ്ത്തിയ മെയ് 4 അന്നാണ് കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നത്. ആ മെയ് 4 അന്ന് റിസൾട്ട് വരുമ്പോൾ TPയുടെ സഹധർമ്മിണി, TPയുടെ ഭാര്യ, TPയുടെ വിധവ, ഇന്ന് KK രമ വടകരയുടെ മണ്ണിൽ മത്സരിച്ച് വിജയിച്ച് കയറിയാലും ആ സ്ത്രീക്ക് എങ്ങനെ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും സാധിക്കുമോ? CPMന്റെ ക്രിമിനൽ തമ്മാടികൾ വെട്ടി നുറുക്കിയതാണ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന യഥാർത്ഥ ഒഞ്ചിയത്തിൻ്റെ പോരാളിയെ. ആ പോരാളിയുടെ ഓർമ്മകള് ഇന്നും ഒഞ്ചിയത്തിൻ്റെ മണ്ണില്, ഒഞ്ചിയത്തിൻ്റെ അന്തരീക്ഷത്തില്, ഒഞ്ചിയത്തിൻ്റെ കാറ്റിന് പോലും TPയുടെ മണമുണ്ട്. അല്ലേ? ആ മണ്ണിലിട്ട TPയെ 51 വെട്ടി നുറുക്കിയത്, വികൃതമാക്കിയത് ആ ശരീരം. ഞാനിപ്പോഴും ഓർക്കുക, ആ ശരീരം, ആ മൃതശരീരം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ മുഖം ഒന്നടങ്കം ഇങ്ങനെ തുണി വെച്ച് കെട്ടിവെച്ചതായിരുന്നു. എന്തായിരുന്നു കാരണം? അത്രമാത്രം വികൃതമാക്കപ്പെട്ടിരുന്നു TPയുടെ മുഖമെന്ന് പറയുന്നത്. മുഖമടക്കം വെട്ടി നുറുക്കി വികൃതമാക്കി. നിങ്ങളൊന്ന് ആലോചിക്കണം, കിർമാണി മനോജിൻ്റെയും കൊടി സുനിയുടെയും മുഹമ്മദ് ഷാഫിയുടെയും ഒക്കെ
ഉള്ളിലുണ്ടായിരുന്നത് എന്തായിരിക്കണം? അപ്പോൾ അത്രമാത്രം വികൃതമാക്കപ്പെടണമെങ്കിൽ അവരോട് CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ നേതാക്കള്, ജയരാജന്മാര്, പിണറായി വിജയനൊക്കെ അന്ന് കൊടുത്ത നിർദ്ദേശം എന്തായിരിക്കണം? കൊന്നാ പോരാ, ഭയാനകമായിരിക്കണം, ഭയപ്പെടുത്തുന്നതായിരിക്കണം. ഇനി ഒരുത്തനും പാർട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുവാനോ പാർട്ടിക്ക് മുകളിൽ വിമർശനങ്ങൾ നിരത്തുവാനോ ഒരുത്തനും ധൈര്യപ്പെടരുത്. അതായിരിക്കണം, ഇതൊരു പാഠമായിരിക്കണം, ഭയാനകമായിരിക്കണം എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാ അത്രയും വെട്ടി നുറുക്കിയത് TPയുടെ ശരീരത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതേ മെയ് 4-ന് റിസൾട്ട് വരുമ്പോ ആ ദിവസത്തില് വടകരയുടെ മണ്ണിൽ 1 ലക്ഷം വോട്ടിന് വിജയിച്ചു കയറിയാലും KK രമ എന്ന് പറയുന്ന TPയുടെ സഹധർമ്മിണിക്ക് ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ ഭർത്താവിനെ വെട്ടി നുറുക്കിയവർക്കെതിരെയാണ് അവരിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? രാഷ്ട്രീയം പല രീതിയിൽ, രാഷ്ട്രീയ പ്രവർത്തകർ പല രീതിയിൽ, പല പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായത് ഒന്നുകൊണ്ട് മാത്രം TP ആരായിരുന്നു? TP ആരെങ്കിലും വെട്ടി നുറുക്കിയിട്ടുണ്ടോ? TP എവിടെയെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടോ? TP എവിടെയെങ്കിലും വല്ല ക്രിമിനൽ ആക്ടിവിറ്റികളിലും TP പങ്കാളിയായിട്ടുണ്ടോ? അപ്പോൾ ആ TP ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന മെയ് 4-ന്റെ ദിവസം റിസൾട്ട് വരുമ്പോൾ KK രമ എന്ന് പറയുന്ന വടകരയുടെ MLAക്ക് എങ്ങനെയൊന്ന് പുഞ്ചിരിക്കാൻ പോലും സാധിക്കും? ആ ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ ഒന്ന് ആഹ്ലാദിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ KK രമക്ക് സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ മെയ് 4-ന്റെ ദിവസം തൻ്റെ പങ്കാളിയെ ആ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തിയതിൻ്റെ ഓർമ്മകള് അവരെ വേട്ടയാടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ക്രൂരമായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്നുള്ളത്. അതിന് ആജ്ഞാപിച്ചവര്, അതിന് തീരുമാനമെടുത്തവര്, അതിന് നിർദ്ദേശം നൽകിയവര് അവരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ ഭരിച്ചത്. പക്ഷേ ജനം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. മെയ് 4-ന്റെ ദിവസം എത്രയൊക്കെ വേദനിച്ചാലും, എത്രയൊക്കെ സങ്കടപ്പെട്ടാലും, എത്രയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറ്റലുകൾ അടക്കാൻ സഹിക്കവയ്യാതെ വന്നാലും രമയുടെ മനസ്സിന് ഒരാശ്വാസമേകുന്ന ദിവസമായിരിക്കും അന്നത്തെ ദിവസം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.